പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലെ ചെറ്റക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ട് CPM പ്രവർത്തകർ 2015 ബോംബുണ്ടാക്കുന്ന അവസരത്തിൽ മരണപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരകം പണിത ഒരു സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട്. നമുക്കറിയാം, 2015 ആണ് ഈ CPM രണ്ട് പ്രവർത്തകർ ഇതുപോലെ ബോംബുണ്ടായപ്പോൾ അവർ മരണപ്പെട്ട സമയത്ത് അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിക്ക് ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അന്ന് പ്രസ്താവന നടത്തി. ആ സംഭവത്തിൽ മരണപ്പെട്ട രണ്ട് ചെറുപ്പക്കാർക്കാണ് ഇന്ന് ചെറ്റക്കണ്ടി എന്ന് പറഞ്ഞ കണ്ണൂരിൽ സ്മാരകം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആ സ്മാരകം പൊതുമണ്ഡലത്തിന് സമർപ്പിക്കുന്ന ചടങ്ങ് നടത്തുന്നത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നതിനെ തുടർന്ന് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. എന്നാൽ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയെങ്കിലും കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അത് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ആ രക്തസാക്ഷി സ്മാരകം പൊതുമണ്ഡലത്തിന് സമർപ്പിക്കുക. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂരിലെ CPM സമുന്നത നേതാവായിട്ടുള്ള P ജയരാജൻ പരസ്യമായി ഈ രണ്ട് CPM-കാർ ബോംബുണ്ടാക്കുമ്പോൾ മരിച്ചപ്പോൾ അവർക്ക് രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ചതിനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. വളരെ ബാലിശമായിട്ടുള്ള ന്യായീകരണങ്ങളാണ് അയാൾ അതിൽ പറഞ്ഞത്. അത് RSSകാരും അങ്ങനെ ചെയ്യുന്നുണ്ട്, RSSകാർ ചെയ്യുന്നുണ്ട്, തങ്ങൾക്കും അത് ചെയ്യാം എന്നുള്ളൊരു നറേറ്റീവാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അവസാനം അദ്ദേഹം പറഞ്ഞു, ഇവരെ രക്തസാക്ഷികളായി പ്രഖ്യാപിച്ച ഇത്തരം നടപടികൾ ഇനിയും തുടരും, ഇത് വളരെ വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനമാണ്, ഇവർ രക്തസാക്ഷികളാണ് എന്നാണ് P ജയരാജൻ എന്ന് പറഞ്ഞിട്ടുള്ള CPM സമുന്നത നേതാവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു വെച്ചത്. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ബോംബുണ്ടാക്കുന്ന സമയത്താണ് ഇവർ മരിച്ചത്. ബോംബുണ്ടാക്കൽ ക്രിമിനൽ കുറ്റമാണ് നമ്മുടെ രാജ്യത്ത്. UAPA പോലും ചുമത്താൻ കഴിയുന്ന ശക്തമായിട്ടുള്ള ഒരു വലിയൊരു ഗൗരവം ഏറെയുള്ള ഒരു കുറ്റമാണ് ബോംബ് നിർമ്മാണം. ആ ബോംബ് നിർമ്മാണത്തിനെതിരെ സ്വാഭാവികമായി RSSകാരെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കണമല്ലോ, അല്ലെങ്കിൽ രാഷ്ട്രീയ ശത്രുക്കൾ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയൊക്കെ ആരെങ്കിലും കൊലപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണമല്ലോ ഈ ബോംബുണ്ടാക്കിയത്. ഈ ബോംബുണ്ടാക്കിയ സമയത്ത് കൊല്ലപ്പെട്ട ഇവരെ രക്തസാക്ഷികളായി പ്രഖ്യാപിക്കുക. ബോംബ് നിർമ്മാണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെ ചെയ്തവരെ രക്തസാക്ഷികളായി പ്രഖ്യാപിക്കുകയാണ് പരസ്യമായി CPM നേതാവായിട്ടുള്ള P ജയരാജൻ്റെ മനഃശാസ്ത്രം എന്ത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കുക. സുഹൃത്തുക്കളെ, CPM എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയെ ക്രിമിനൽ വൽക്കരിക്കുകയും അക്രമകാരികളുടെ ഒരു സംഘമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ള പ്രവർത്തനം കഴിഞ്ഞ ഏതാണ്ട് 1.5 പതിറ്റാണ്ടുകളായി വളരെ കാര്യക്ഷമതയോടുകൂടി നടത്തുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാവാണ് P ജയരാജൻ എന്ന് നമുക്ക്. ഈ പാർട്ടിയെ ഈ പറഞ്ഞ പോലെ അക്രമവൽക്കരിക്കുന്നതിൽ, അക്രമികളുടെ ഒരു സംഘടനയാക്കി ഈ പാർട്ടിയെ മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് P ജയരാജൻ. അയാളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് തന്നെ ഒരു ക്രിമിനലിൻ്റെ മാനസികാവസ്ഥയാണ്. 90കളുടെ മധ്യത്തിൽ അയാളുടെ വീട്ടിൽ RSSകാരുടെ അതിശക്തമായിട്ടുള്ള ആക്രമണത്തിന് വിധേയനായി തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ട ഒരാളാണ് P ജയരാജൻ. അതിനുശേഷമുള്ള അയാളുടെ പ്രവർത്തനം നമ്മളെടുത്ത് നോക്കിയാൽ CPM ക്രിമിനൽ വൽക്കരണത്തിനും അക്രമ പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞ 1.5-2 പതിറ്റാണ്ട് കാലമായി നിരന്തരമായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് P ജയരാജൻ. ജനവിരുദ്ധമായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾക്കെതിരെ CPM അണികളെ തയ്യാറെടുപ്പിച്ചുകൊണ്ട് സമര പോർമുഖങ്ങൾ ഉണ്ടാക്കി അവരെ പോർമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അക്രമികളുടെ ഒരു സംഘമാക്കി CPM മാറ്റാൻ വേണ്ടിയിട്ട് വലിയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് P ജയരാജൻ. എത്ര കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ കേട്ടിട്ടുള്ളത്. TP ചന്ദ്രശേഖരൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേര് 2012 കൊല്ലപ്പെട്ട അരിയിൽ ഷുക്കൂർ വധക്കേസിലെ പ്രതിയാണ് അദ്ദേഹം. കതിരൂർ മനോജ് വധക്കേസിലും അദ്ദേഹം പ്രതിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കാസർഗോഡത്തെ ശരത്ലാൽ കൃപേഷ് വധക്കേസ്, കൊലപാതക കേസ്, ഷൊഹേബ് വധക്കേസ്, ഈ വധക്കേസുകളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേൾക്കുന്ന പൊതുവിലുള്ളൊരു പേര് ഈ P ജയരാജൻ്റെ പേരാണ്. അതിനുശേഷം നമുക്കറിയാം ആകാശ് തില്ലങ്കേരി എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ക്രിമിനലുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഉയർന്നു വന്നു. അതുപോലെ തന്നെ കള്ളക്കടത്ത് നടത്തിയ സ്വർണം പൊട്ടിക്കൽ സംഘത്തിൻ്റെ ഭാഗമായിരുന്ന അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഒരാളുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയർന്നു. ആ വിമർശനങ്ങൾ ഉയർന്നു വന്ന സമയങ്ങളിലൊന്നും ഈ ആകാശ് തില്ലങ്കേരിയോ അർജുൻ ആയങ്കിയോ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാൻ തയ്യാറാവാത്ത ആളാണ് P ജയരാജൻ. ഈ അർജുൻ ആയങ്കിയെയും ഈ
അർജുൻ ആയങ്കെ, ആകാശ് തില്ലങ്കേരിയും ഒക്കെ സി പി എം പരസ്യമായി തള്ളിപ്പറഞ്ഞിട്ടും അവരെ തള്ളിപ്പറയാൻ തയ്യാറാവാത്ത ആളാണ് പി. ആ നിലയിൽ സി പി എമ്മിനെ ഒരു ക്രിമിനൽ സംഘടനയാക്കി മാറ്റുന്ന, ക്രിമിനൽ മാനസികാവസ്ഥയുള്ള, ഒരു ക്രിമിനൽ സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന, ക്രിമിനൽ പ്രവർത്തനങ്ങളെയും അക്രമ പ്രവർത്തനങ്ങളെയും സി പി എമ്മിൻ്റെ പ്രവർത്തനമാണ് എന്ന് കണ്ട് അതിനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു സി പി എം നേതാവാണ് പി ജയരാജൻ എന്ന് നമുക്ക് കാണാൻ കഴിയണം. അടുത്ത കാലത്ത് കേട്ട എല്ലാ പ്രധാനപ്പെട്ട കൊലപാതക കേസുകളുമായി എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് അയാളുടെ പേരുകൾ നമ്മൾ കേൾക്കുന്നതാണ്. ഷുക്കൂർ വധക്കേസിലും കതിരൂർ മനോജ് വധക്കേസിലും പ്രതിയാണ് ഈ പി ജയരാജൻ. ആ പി ജയരാജൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കയെയും ഒന്നും വിമർശിക്കാൻ തയ്യാറാവാത്തൊരു സി പി എം നേതാവാണ്. ആ സി പി എം നേതാവാണ് ഇപ്പോൾ ഉളുപ്പില്ലാതെ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ബോംബ് നിർമ്മാണത്തിന് ഇടയിൽ കൊല്ലപ്പെട്ട 2 പേരെ രക്തസാക്ഷികളാക്കി പ്രഖ്യാപിക്കുന്നത്, അവരെ മഹത്വവൽക്കരിക്കുന്നത്. ഏറ്റവും വലിയ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു ഗൗരവമേറിയ ഒരു ക്രിമിനൽ കുറ്റമായിട്ടുള്ള ബോംബ് നിർമ്മാണത്തെ മഹത്വവൽക്കരിക്കുക മാത്രമല്ല അവരെ രക്തസാക്ഷികളാക്കി പ്രഖ്യാപിക്കുക കൂടി ചെയ്യുകയാണ് പി ജയരാജൻ. അതുകൊണ്ട് പി ജയരാജൻ്റെ മനഃശാസ്ത്രം നമ്മൾ പരിശോധിച്ചാൽ പി ജയരാജൻ അടിസ്ഥാനപരമായി സി പി എം എന്നുള്ളതിനപ്പുറത്തൊരു ക്രിമിനലാണെന്നും ഒരു ക്രിമിനൽ ചിന്താഗതിയാണ് അദ്ദേഹത്തിനുള്ളതെന്നും ഒരു ക്രിമിനൽ മാനസികാവസ്ഥയാണ് അദ്ദേഹത്തിനുള്ളത് എന്നും നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും.